Now we are going to discuss the topic linear congruences. Congruence പറഞ്ഞിരുന്നു നമ്മൾ. Suppose that 6 is congruent to 2 modulo 4. ഇങ്ങനെയുള്ള കോൺഗ്രുവൻസ് റിലേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺഗ്രുവൻസ് റിലേഷൻസിൽ വേരിയബിൾസ് കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2x ഈസ് കോൺഗ്രുവൻറ്റ് ടു സം 1 modulo 3 ഈ ഒരു ഫോമിൽ ദാറ്റ് ഈസ് ജനറൽ ഫോം നമ്മളൊരു ax ഈസ് കോൺഗ്രുവൻറ്റ് ടു b modulo n ഈ ഫോമിൽ വേരിയബിൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന a congruence relation containing variables ax is congruent to b modulo n ആൻഡ് ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലീനിയർ കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ലീനിയർ കോൺഗ്രുവൻസിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകും. ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതിലെ വേരിയബിൾസിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ എ ഒരു ഇൻറ്റിജർ ആയിരിക്കും, നമുക്കറിയാം, നമുക്ക് തരും, ബി തരും, അതുപോലെ എൻ തരും. സോ അൺനോൺ ആയിട്ടുള്ളത് എക്സ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ, ഈ റിലേഷൻ എ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എൻ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ 2x ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് ആ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എക്സിന് 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2 × 5 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3 എന്ന് എഴുതാം. അത് കറക്റ്റാണ്. സോ എക്സ് ഈക്വൽ ടു 5 ആണ് അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് if there exists an x naught such that ax naught is congruent to b modulo n, then x naught is a solution of the linear congruence ax is congruent to b modulo n എന്ന് പറയാം. ഇനി ഇങ്ങനെയുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നതിന് ഉള്ള ഒരു തിയറമാണ്. The linear congruence ax is congruent to b modulo n has a solution if and only if d divides b, where d equal to gcd of a and n. If d divides b, then it has d mutually incongruent solutions modulo n. That is, ax is congruent to b modulo n എന്ന് പറയുന്ന ഒരു ലീനിയർ കോൺഗ്രുവൻസ് ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവും. എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇഫ് ആൻഡ് ഓൺലി ഇഫ് d divides b, where d എന്ന് പറയുന്നത് ഈ എയുടെയും എന്നിൻ്റെയും ജി സി ഡി ആണ്. എയുടെയും എന്നിൻ്റെയും ജി സി ഡി ബീനെ ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവും. ഇനി ആ സൊല്യൂഷനെ കുറിച്ചാണ് അടുത്ത പാർട്ടിൽ പറയുന്നത്. അങ്ങനെ ഡി ഡിവൈഡ്സ് ബി ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവും. അതിൻ്റെ സൊല്യൂഷൻസിൻ്റെ എണ്ണം ഡി ആയിരിക്കും. ഏതാണോ ജി സി ഡി അത്രയും സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അവയെല്ലാം ഇൻകോൺഗ്രുവൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈ ഡി സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡി ഈക്വൽ ടു 4, ജി സി ഡി 4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 4 സൊല്യൂഷൻസ് ഉണ്ടാവും. ആ സൊല്യൂഷൻസ് സപ്പോസ് ദാറ്റ് x1, x2, x3, x4 ആണെന്ന് വയ്ക്കുക. ഇവ തമ്മിൽ കോൺഗ്രുവൻസ് ഉണ്ടാവില്ല. അതായത് x1 കോൺഗ്രുവൻറ്റ് ടു x2 മോഡുലോ n ഏതാണോ അത്, അങ്ങനെ എഴുതാൻ പറ്റില്ല. അവ തമ്മിൽ ഇൻകോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ജി സി ഡി എത്രയാണോ അത്രയും സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എൽ ഡി ഉപയോഗിച്ചിട്ടാണ്, ലീനിയർ ഡിപെൻഡൻ്റ് ഇക്വേഷൻ. നമ്മുടെ കോൺഗ്രുവൻസ് ഇതാണ്, എ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എൻ. That means ax minus b is a multiple of n. That is ax minus b multiple of n നെ നമ്മൾ ny എന്ന് എഴുതുന്നുണ്ട് for some y belongs to z. സോ അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ax minus ny equal to b എന്ന് കിട്ടും. ഇതൊരു ലീനിയർ ഡിപെൻഡൻ്റ് ഇക്വേഷനാണ്. അപ്പോൾ ഈ ലീനിയർ ഡിപെൻഡൻ്റ് ഇക്വേഷന് അപ്പോൾ ഒരു കോൺഗ്രുവൻസ് നമ്മൾ അസ്യൂം ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എൽ ഡി കിട്ടി. എൽ ഡിക്ക് എപ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാവുക, എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും എന്നെല്ലാം നമ്മളൊരു മുമ്പൊരു തിയറം എൽ ഡിയുടെ കേസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ തിയറം തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കാരണം ഈ എൽ ഡിക്ക് എത്ര സൊല്യൂഷനാണോ ഉണ്ടാവുക അതേ സൊല്യൂഷൻ തന്നെ ആയിരിക്കും കറസ്പോണ്ടിങ് കോൺഗ്രുവൻസിനും ഉണ്ടാവുക. നമുക്കറിയാം ദിസ് relation 1, that is the linear congruence is solvable if and only if the corresponding LDE ax minus ny equal to b is solvable. ഇനി ഈ എൽ ഡി ഇ സോൾവബിൾ ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ്, ഡി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എയും എന്നിൻ്റെയും, അതായത് എയും മൈനസ് എന്നും, എയും മൈനസ് എന്നിൻ്റെയും ജി സി ഡി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു
എ ആൻഡ് എന്നിൻ്റെ ജി സി ഡി ഓഫ് എ ആൻഡ് മൈനസ് എൻ ഡിവൈഡ്സ് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ബീനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഡി ഡിവൈഡ്സ് ബി. ഇത് സംഭവിക്കുമ്പോഴാണ് എൽ ഡി സോൾവബിൾ ആവുക. സോ ആ തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓക്കെയാണ്. സൊല്യൂഷൻ എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് ബി. ഇനി സെക്കൻഡ് പാർട്ട് എത്ര സൊല്യൂഷൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എൽ ഡിൻ്റെ സൊല്യൂഷൻസിൻ്റെ ജനറൽ ഫോം നമുക്കറിയാം. എ എക്സ് മൈനസ് എൻ വൈ ഈക്വൽ ടു ബി ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് ഫോം എക്സും എക്സ് നോട്ടും വൈ നോട്ടും ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ ജനറൽ ഫോം എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് മൈനസ് എ എക്സ് പ്ലസ് ബി വൈ എന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് മൈനസ് ബി ബൈ ഡി ഇൻറ്റു ടിയും വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എ ബൈ ഡി ഇൻറ്റു ടി വരുന്നു. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് എ തന്നെയാണ്, ബിയുടെ സ്ഥാനത്ത് മൈനസ് എൻ ആണ്, സിയുടെ സ്ഥാനത്ത് ബി യു ആണ്. അപ്പോൾ അത് വെച്ച് എഴുതുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു ടി എന്നും വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എ ബൈ ഡി ഇൻറ്റു ടി എന്നും കിട്ടും, വേർ ടി ഈസ് ആൻ ഇൻറ്റീജർ. ഇതാണ് ജനറൽ സൊല്യൂഷൻ്റെ ഫോർമുല. ഇനി ഈ ടിക്ക് നമ്മൾ വാല്യൂ കൊടുക്കുക. 0 മുതൽ ഡി മൈനസ് 1 വരെയുള്ള വാല്യൂ കൊടുക്കുക. 0 1 2 3 എക്സെട്ര ഡി മൈനസ് 1. അപ്പോൾ 0 കൊടുക്കുമ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 കൊടുക്കുമ്പോൾ എക്സ് നോട്ട് വരും, എക്സ് നോട്ട്. അതുപോലെ നമുക്ക് എക്സിൻ്റെ വാല്യൂ മതി, കാരണം നമ്മുടെ കോൺഗ്രുവൻസ് അങ്ങനെയാണ്. എ എക്സ് ഈസ് കോൺഗ്രുവൻ ടു ബി മോഡലോ എൻ ആണ്. അപ്പോൾ എക്സിൻ്റെ വൈ അവിടെ ഇല്ല, വൈയുടെ വാല്യൂ ആവശ്യമില്ല, നമുക്ക് എക്സ് വാല്യൂസ് മാത്രം മതി. അപ്പോൾ ഈ എക്സ് വാല്യൂസിൽ നമ്മൾ ടിക്ക് ഈ 0 മുതൽ ഡി മൈനസ് 1 വരെയുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ ആദ്യം 0 കൊടുക്കുമ്പോൾ എക്സ് നോട്ട് കിട്ടും, 1 കൊടുക്കുമ്പോൾ എക്സ് നോട്ട് പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു 1, അതായത് എക്സ് നോട്ട് പ്ലസ് എൻ ബൈ ഡി, ദെൻ എക്സ് നോട്ട് പ്ലസ് 2n ബൈ ഡി, അടുത്തത് എക്സ് നോട്ട് പ്ലസ് 3n ബൈ ഡി എക്സെട്ര. ലാസ്റ്റ് ഡി മൈനസ് 1 കൊടുക്കുമ്പോൾ എക്സ് നോട്ട് പ്ലസ് ഡി മൈനസ് 1 n ബൈ ഡി കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്തായാലും സൊല്യൂഷൻ ആവും, കാരണം ടി ഒരു ഇൻറ്റിജർ ആണ്. ഏത് ഇൻറ്റിജർ കൊടുക്കുമ്പോഴും ഇത് സൊല്യൂഷൻ ആവുമല്ലോ. അപ്പോൾ ഡി മൈനസ് 1 വരെയുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത് അതിന് ഡി സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അതായത് ഡി മൈനസ് 1 വരെ കൊടുക്കുമ്പോൾ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഇത് ടോട്ടൽ ഡി എണ്ണം ഉണ്ടാവും. ഡി സൊല്യൂഷൻസ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാത്രമേ സൊല്യൂഷൻ ഉണ്ടാവൂ എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. എക്സാക്ട്ലി ഡി സൊല്യൂഷൻസ് എന്നാണ് പറഞ്ഞത്. ഡി സൊല്യൂഷൻ അതായത് ഈ ഡി എണ്ണം മാത്രമേ ഉണ്ടാവൂ, അപ്പുറത്തുള്ള അതായത് ഇനി അടുത്തത് എങ്ങനെ വരിക, എക്സ് നോട്ട് പ്ലസ് എൻ ഡി ബൈ ഡി എന്ന് വരിക. ഏതെങ്കിലും വന്നാൽ അത് നെക്സ്റ്റ് എക്സ് നോട്ട് പ്ലസ് എൻ ഇൻറ്റു ഡി പ്ലസ് 1 ബൈ ഡി വരും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വന്നാൽ അത് ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും മോഡലോ എന്നിൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുപോലെ ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്യണം, ഇവ തമ്മിൽ ഇതിലെ ഓരോ പെയറും തമ്മിൽ ഇൻകോൺഗ്രുവൻ്റ് ആയിരിക്കും എന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിലെ ജനറൽ ഫോം എന്ന് എടുക്കുക. ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുമ്പോൾ എക്സ് നോട്ട് പ്ലസ് ഓരോന്ന് നോക്കിയാൽ അറിയാം, എൻ ബൈ ഡി ഇൻറ്റു 1 എൻ ബൈ ഡി ഇൻറ്റു 2 ആ ഫോമിലാണ്. അപ്പോൾ എക്സ് നോട്ട് പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു ഒരു നമ്പർ T1. അടുത്തത് എക്സ് നോട്ട് പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു സം T2. ഇവ തമ്മിൽ ഇൻകോൺഗ്രുവൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കോൺഗ്രുവൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക മോഡുലോ എന്നിൽ. വേർ ഈ T1ൻ്റെയും T2ൻ്റെയും ഒക്കെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ T1ഉം T2ഉം 0 മുതൽ ഏത് വരെയാണ്, ഡി മൈനസ് 1 വരെയാണ് വാല്യൂ. ഇനി T1 ലെസ് ദാൻ T2, അതായത് ചെറുത് ഏതാണോ, 2 നമ്പറാണല്ലോ T1ഉം T2, അതിലെ ചെറുതിനെ T1 എന്നും വലുതിനെ T2 എന്നും വിളിച്ചു. അപ്പോൾ ഇങ്ങനെ കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി ഈ എക്സ് നോട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ ബൈ ഡി T1 ഈസ് കോൺഗ്രുവൻ്റ് ടു എൻ ബൈ ഡി T2 മോഡ്ലോ എൻ എന്ന് കിട്ടും. നമുക്കറിയാം എൻ ബൈ ഡിയുടെയും എന്നിൻ്റെയും ജി സി ഡി എൻ ബൈ ഡി ആയിരിക്കും, കാരണം ഡി എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നിൻ്റെ ജി സി ഡി ആണ്. ആൻഡ് ജി സി ഡി ആയതുകൊണ്ട് തന്നെ എൻ ബൈ ഡി ഡിവൈഡ്സ് എൻ ആണ്. അപ്പോൾ നമുക്ക് ഈ കോൺഗ്രുവൻസിൽ 2 സൈഡിലും എൻ ബൈ ഡി ക്യാൻസൽ ചെയ്യാൻ പറ്റും. T1 ഈസ് കോൺഗ്രുവൻ്റ് ടു T2 മോഡുലോ. ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ കോൺഗ്രുവൻസിൽ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്, എ സി ഈസ് കോൺഗ്രുവൻ്റ് ടു സം ബി സി മോഡുലോ എൻ ആണ് എങ്കിൽ, അതുപോലെ ഈ കോമൺ ആയിട്ട് വരുന്ന സി ഡിവൈഡ്സ് എൻ ആണെങ്കിൽ
എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എൻ ബൈ സി ആയിരിക്കും. അപ്പോൾ ബി മോഡുലോ ഇവിടെ എൻ ആദ്യമുള്ള n ബൈ കോമൺ ആയിട്ട് വരുന്നത് എൻ ബൈ ഡി ആണ്. എൻ ബൈ ഡി ദാറ്റ് ഈസ് T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T2 മോഡുലോ എൻ ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്നും ക്യാൻസൽ ചെയ്തു പോകും. സോ മോഡ് ഡി എന്ന് കിട്ടും. T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T2 മോഡുലോ ഡി ദാറ്റ് ഈസ് T1 മൈനസ് T2 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് ഡി ആണെന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഡി ഡിവൈഡ്സ് T1 മൈനസ് T2 എന്നെഴുതാം. ഡി ഡിവൈഡ്സ് T1 മൈനസ് T2. നമുക്കറിയാം ഈ ഡി ഡിവൈഡ്സ് T1 മൈനസ് T2. ഡിയും T1ഉം T2 തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു T1 ലെസ് ദാൻ T2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു D മൈനസ് 1 ആണ്. അപ്പോൾ T1ഉം T2ഉം D മൈനസ് 1നേക്കാൾ ചെറുതാണ്. സോ T1 മൈനസ് T2 D മൈനസ് 1നേക്കാൾ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഡിനേക്കാളും ചെറുതായിരിക്കും. സോ T1 മൈനസ് T2 ലെസ് ദാൻ ഡി ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഡി ഡിവൈഡ്സ് T1 മൈനസ് T2. ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൽ നിന്ന് എന്താ കിട്ടുക? ഡി ലെസ് ദാൻ T1 മൈനസ് T2 ആണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ആൾറെഡി ഉണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ T1ഉം T2 ഒക്കെ സെലക്ട് ചെയ്തത്. സോ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും? കോൺട്രഡിക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് അവർ അസംഷൻ ഈസ് റോങ്. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? ആ രണ്ട് ഫോമിലുള്ളത് x0 പ്ലസ് എൻ ബൈ ഡി T1ഉം x0 പ്ലസ് എൻ ബൈ ഡി T2 കോൺഗ്രുവൻ്റ് ആണ് മോഡുലോ എന്നിൽ എന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ ഇത് റോങ് ആണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് നോട്ട് കോൺഗ്രുവൻ്റ് എന്നുള്ളതാണ് ട്രൂ. ദാറ്റ് ഈസ് ആ D മൈനസ് 1 സൊല്യൂഷൻസിൽ x0 അതുപോലെ x0 പ്ലസ് എൻ ബൈ ഡി x0 പ്ലസ് 2n ബൈ ഡി എക്സെട്ര x0 പ്ലസ് D മൈനസ് 1 n ബൈ ഡി ഇതിലെ ഏത് രണ്ടെണ്ണം എടുത്താലും അവ എന്തായിരിക്കും? ഇൻകോൺഗ്രുവൻ്റ് ആയിരിക്കും എന്ന് കിട്ടും. ഇനി D മൈനസ് 1 വരെയുള്ളതാണ് ഇപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് അല്ലേ? T1ഉം T2 ഒക്കെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു D മൈനസ് 1 വരെയാണ്. ഇതിനപ്പുറത്തേക്ക് D ഉണ്ട്, D പ്ലസ് 1 ഉണ്ട്, അതൊന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അത് ഏതെങ്കിലും വന്നാലും ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് ആൾറെഡി കിട്ടിയ ഈ D എണ്ണത്തിൽ തന്നെ ഉള്ളതാണ് എന്ന് നമ്മൾ അതും കൂടെ പ്രൂവ് ചെയ്യണം. എന്നാലേ നമുക്ക് D എണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ x0 പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു ടി വേർ നമ്മൾ D മൈനസ് 1 വരെയുള്ളതാണ് എടുത്തത്. ഇനി അതിൻ്റെ മുകളിലേക്ക് എടുക്കുക. ദാറ്റ് ഈസ് T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D മുതൽ അങ്ങോട്ടുള്ളത്. ഇതൊരു സൊല്യൂഷനാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സപ്പോസ് ദാറ്റ് അല്ല എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്തു x0 പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു ടി വേർ T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D be any other solution of the given congruence AX is congruent to B മോഡുലോ N. Then by division algorithm നമുക്ക് ടീനെ സം QD പ്ലസ് ആർ എന്ന് എഴുതാം വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ലെസ് ദാൻ D മൈനസ് 1 ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാം. ഇനി x0 പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു ടി ഈക്വൽ ടു x0 പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു ടിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം QD പ്ലസ് R ദാറ്റ്സ് ഈക്വൽ ടു x0 പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു QD plus n by d into R. D and D cancelled, we get x0 plus nq plus n by d into R. Left side x0 plus n by d into t. That is x0 plus n by d into t equal to നമുക്ക് x0 പ്ലസ് എൻ ബൈ ഡി ആർ പ്ലസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് എഴുതും അല്ലേ. അപ്പോൾ കോൺഗ്രുവൻസ് എഴുതുമ്പോൾ x0 പ്ലസ് ഇതിൻ്റെ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് എഴുതും. x0 പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു ടി ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇത് 0 മോഡുലോ എൻ എടുക്കുമ്പോൾ ഇത് 0 ആയി പോവും. ബാക്കി എന്തുണ്ടാവും? x0 പ്ലസ് എൻ ബൈ ഡി ആർ മോഡുലോ എൻ. അതായത് x0 പ്ലസ് എൻ ബൈ ഡി ടി ഒരു സൊല്യൂഷനാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇപ്പോൾ നമുക്ക് മോഡുലോ എൻ എടുത്തപ്പോൾ ഈ x0 പ്ലസ് എൻ ബൈ ഡി ഇൻറ്റു ടി എന്ന് പറയുന്നത്
x0+n/d ഇൻറ്റു ആറിനോട് കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. ഇനി ഈ ആറിൻ്റെ പ്രോപ്പർട്ടി എന്താ? 6 എന്ന് പറഞ്ഞാൽ 0 മുതൽ d-1 വരെ വരൂ. ദാറ്റ് ഈസ് x0+n/d ഇൻറ്റു t ഈസ് കോൺഗ്രുവൻ്റ് ടു x0+n/d ഇൻറ്റു r മോഡുലോ n വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ d-1. അതായത് r 0 ആവാം, 1 ആവാം, 2 എക്സെട്ര d-1 വരെ വരാം. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ എഴുതിയ സൊല്യൂഷനും. x0+n/d ആറിന് 0 എടുക്കുമ്പോൾ x0 എന്ന് കിട്ടും, ആറിന് 1 എടുക്കുമ്പോൾ x0+n/d എക്സെട്ര d-1 കൊടുക്കുമ്പോൾ x0+n/d ഇൻറ്റു d-1. ദാറ്റ് ഈസ് d സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ അതല്ലാത്ത ടിക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d ആവുന്ന ഒരു വാല്യൂ കൊടുത്താൽ നമുക്ക് പഴയ ആ സൊല്യൂഷൻ തന്നെ ആണ് കിട്ടുന്നത് ബൈ ഡിവിഷൻ അൽഗോരിതം. So we can conclude that the given linear congruence Ax is congruent to V modulo n has a solution if and only if D divides B, where D equal to GCD of A and n, and it has exactly D solutions and they are mutually incongruent. അവ തമ്മിൽ കോൺഗ്രുവൻസ് ഉണ്ടാവില്ല. ഇനി ഇതേ കേസിൽ തന്നെ Ax is congruent to V modulo n എന്നതിൽ എയുടെയും ബിയുടെയും ജി സി ഡി, എയുടെയും എന്നിൻ്റെയും ജി സി ഡി ആണ് ഡി. ആ ഡി 1 ആയാൽ, അതായത് എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എത്ര സൊല്യൂഷൻ ഉണ്ടാവും? ഒരു ഡി എണ്ണാണ്, എത്രയാണോ ജി സി ഡി അതാണ് സൊല്യൂഷൻ്റെ എണ്ണം. ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അതായത് ഈ കേസിൽ യുണീക്ക് സൊല്യൂഷൻ, ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ എക്സ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എപ്പോൾ എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ, ജി സി ഡി ഓഫ് എ ആൻഡ് എൻ 1 ആണെങ്കിൽ. സോ we can conclude that is if x0 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ Ax is congruent to B modulo n എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻസ് ഉണ്ട്. അതിലെ ഒരു സൊല്യൂഷൻ x0 ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ എന്തായാലും മതി? അടുത്ത സൊല്യൂഷൻ x0+n/d വരും, ദെൻ x0+2n/d എക്സെട്ര x0+d-1n/d, വേർ d എന്ന് പറഞ്ഞാൽ എയുടെയും എന്നിൻ്റെയും ജി സി ഡി ആണ്. സോ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി സൊല്യൂഷൻസ്, ബാക്കി d-1 സൊല്യൂഷൻ. അപ്പോൾ ടോട്ടൽ ആദ്യത്തെ ഒരു സൊല്യൂഷൻ പ്ലസ് d-1 d സൊല്യൂഷൻസ് ഉണ്ടാവും. എത്രയാണോ ജി സി ഡി അത്രയും സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. നൗ വി ഹാവ് എ ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ വെദർ ദി കോൺഗ്രുവൻസസ്, 3 കോൺഗ്രുവൻസ് തന്നിട്ടുണ്ട്, അത് സോൾവബിൾ ആണോ എന്ന്, അത് സോൾവ് ചെയ്യാൻ പറ്റുമോ, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി എത്ര സൊല്യൂഷൻ ഉണ്ട്? ഫൈൻഡ് ദി നമ്പർ ഓഫ് ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ് വെൻ എ കോൺഗ്രുവൻസ് ഈസ് സോൾവബിൾ. സോൾവബിൾ ആണെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവും, ഉണ്ടെങ്കിൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ തിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ 12x ഈസ് കോൺഗ്രുവൻ്റ് ടു 18 മോഡുലോ 15 ആണ്. അപ്പോൾ Ax ഈസ് കോൺഗ്രുവൻ്റ് ടു B മോഡുലോ n, അതാണ് ജനറൽ ഫോം. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ A 12 ആണെന്ന് കിട്ടും, B എന്ന് പറയുന്നത് 18 ആണ്, n എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ എയുടെയും എന്നിൻ്റെയും ജി സി ഡി എന്ന് പറയുന്നത് D ഈക്വൽ ടു ജി സി ഡി ഓഫ് 12 and 15. You get 3. 3 ആണ് ജി സി ഡി. ഇനി ആ 3 D ഡിവൈഡ്സ് B ആണെങ്കിലാണ് സൊല്യൂഷൻ. അതായത് 3 ഡിവൈഡ്സ് B എന്ന് പറയുന്നത് ഇവിടെ 18 ആണ്, 3 ഡിവൈഡ്സ് 18 ആണ്, ഇത് ട്രൂ ആണ്. സോ ദർ എക്സിസ്റ്റ് സൊല്യൂഷൻ ബൈ ദി തിയറം. ഇനി എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും? എത്രയാണോ ജി സി ഡി അത്രയും ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ് ഉണ്ടാവും. സോ ദ ഗിവൺ കോൺഗ്രുവൻസ് 12x ഈസ് കോൺഗ്രുവൻ്റ് ടു 18 മോഡുലോ 15 ഈസ് സോൾവബിൾ ആൻഡ് ഹാസ് 3 ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ് മോഡുലോ 15. മോഡുലോ 15ലാണ് ഉണ്ടാവുക. മോഡുലോ ആ നമ്പർ മാറിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ സോൾവബിലിറ്റി മാറും, അതുപോലെ സൊല്യൂഷൻ്റെ എണ്ണമൊക്കെ മാറാം. നെക്സ്റ്റ് പ്രോബ്ലം 76v ഈസ് കോൺഗ്രുവൻ്റ് ടു 50 മോഡുലോ 176. ഇവിടെ എക്സ് എന്നുള്ളതിന് പകരം വി എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്നത് 76 ആണ്, ബി 50 ആണ്, അതുപോലെ എൻ എന്ന് പറയുന്നത് 176 ആണ്. ജി സി ഡി ഓഫ് എ ആൻഡ് എൻ അതാണ് ഡി. ദാറ്റ് ഈസ് ജി സി ഡി ഓഫ് 76 ആൻഡ് 176 4 എന്ന് കിട്ടും. 4 ആണ്
ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ വരിക. ബട്ട് 4 ഡസ് നോട്ട് ഡിവൈഡ്സ് ബി എന്ന് പറയുന്നത് 50. 50നെ നമുക്ക് 4 ഇൻറ്റു ഒരു നമ്പർ എന്ന് എഴുതാൻ പറ്റില്ല, ഒരു ഇൻറ്റിജർ എന്ന് എഴുതാൻ പറ്റില്ല. സോ 50നെ 4 ഡിവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ കോൺഗ്രുവൻസ് എന്തല്ല, സോൾവബിൾ അല്ല, ഇതിന് സൊല്യൂഷൻ ഇല്ല. സോ ദിസ് കോൺഗ്രുവൻസ് ഈസ് നോട്ട് സോൾവബിൾ. അപ്പോൾ സോൾവബിൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സൊല്യൂഷൻ്റെ എണ്ണം കാണേണ്ടതില്ല. ഇനി അടുത്തത് 49x ഈസ് കോൺഗ്രുവൻറ്റ് ടു 94 മോഡുലോ 36 എന്നാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 49 ആണ്, ബി 94, n 36. GCD ഓഫ് എ ആൻഡ് എൻ, ദാറ്റ് ഈസ് GCD ഓഫ് 49 ആൻഡ് 36. GCD 1 ആണ് വരിക. 1 എല്ലാ നമ്പറിനെയും ഡിവൈഡ് ചെയ്യും. 1 ഡിവൈഡ്സ് 94 ആണ്. സോ ദിസ് കോൺഗ്രുവൻസ് ഈസ് സോൾവബിൾ ആൻഡ് ഇറ്റ് ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷനാണ്. ഒരൊറ്റ എക്സ് ഉണ്ടാവുള്ളൂ. 49x ഈസ് കോൺഗ്രുവൻറ്റ് ടു 94 മോളിലോ 36 എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു എക്സ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദി തിയറം ആൻഡ് problem. Now another problem, solve the linear congruence 12x is congruent to 48 modulo 18. ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ, അത് എത്ര വാല്യൂ ആണോ ഉള്ളത് അത്രയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് സോൾവ് ചെയ്യാനും നമ്മൾ എയും ബിയും എന്നും ഒക്കെ എഴുതാം. എ ഈക്വൽ ടു 12 ആണ്, ബി ഈക്വൽ ടു 48 ആണ്, ആൻഡ് എൻ ഈക്വൽ ടു 18 ആണ്. അപ്പോൾ ആദ്യം സോൾവബിൾ ആണ് നോക്കണം. GCD ഓഫ് എ ആൻഡ് എൻ, GCD ഓഫ് 12 ആൻഡ് 18, 12 ആൻഡ് 18 ദാറ്റ് ഈസ് 6 ആണ് കിട്ടും. 6 അതാണ് ഡി. ഇനി ഈ 6 ബീനെ ഡിവൈഡ് ചെയ്യുമോ? 6 48നെ ഡിവൈഡ് ചെയ്യുമല്ലോ, കാരണം 48നെ നമുക്ക് 6 ഇൻറ്റു 8 എന്ന് എഴുതാം. സോ 6 ഡിവൈഡ്സ് 48 ആണ്. അതുകൊണ്ട് ഈ ഗിവൺ കോൺഗ്രുവൻസ് 12x ഈസ് കോൺഗ്രുവൻറ്റ് ടു 48 മോളിലോ 18 സോൾവബിൾ ആണ്. അതിന് എത്ര സൊല്യൂഷൻ ഉണ്ടാവും? ഡി സൊല്യൂഷൻ. ഡി എന്ന് പറഞ്ഞാൽ 6 സൊല്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ അതിലൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സൊല്യൂഷൻ നമുക്ക് എഴുതാം. അപ്പോൾ 6 സൊല്യൂഷൻസ് ഉണ്ട്. അതിലൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. 12x ഈസ് കോൺഗ്രുവൻറ്റ് ടു 48 മോഡുലോ 18. അപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡ് അത് ബൈ ഇൻസ്പെക്ഷനാണ്. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാവുന്ന അങ്ങനെയുള്ള ആ മെത്തേഡ് വഴി ചെയ്യാം. ഇനി പല മെത്തേഡുകളും നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പല തിയറംസും പഠിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ഇൻസ്പെക്ഷൻ എന്നുള്ള മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എക്സിന് നമ്മൾ 1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 12 ഇൻറ്റു 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 48 മോളിലോ 18. ഇത് ശരിയാണോ? 12 ഇൻറ്റു 1 12 ആണ്. 12 മൈനസ് 48 എന്ന് പറഞ്ഞാൽ 36 ആണ്. 36 നമ്മളെ 18ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 18ൻ്റെ മൾട്ടിപ്പിളാണ്. 18 ഇൻറ്റു 2 ആണ് 36. സോ ഇത് കറക്റ്റാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ നമുക്ക് 1 ആയിട്ട് എടുക്കാം. എല്ലായ്പ്പോഴും ഈ ഇൻസ്പെക്ഷൻ മെത്തേഡ് പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ അതിന് വേറെയും മെത്തേഡുകളുണ്ട്. തിയറംസ് നമ്മൾ പഠിക്കും. എക്സ് ഈക്വൽ ടു 1 ഇസ് എ സൊല്യൂഷൻ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? x0 എന്ന് വിളിച്ചു, ആദ്യത്തെ സൊല്യൂഷൻ. ഇനി അടുത്ത സൊല്യൂഷൻ്റെ ഫോം ഇതാണ്. എക്സ് ഈക്വൽ ടു x0 പ്ലസ് n/d ഇൻറ്റു ടി ആണ് അല്ലേ. ടിയുടെ വാല്യൂ ഏതുവരെ? 6 സൊല്യൂഷൻസ് ഉണ്ടാവുക. അതിലൊന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ടി കൊടുക്കേണ്ടത് 0 മുതൽ 1 2 3 4 5 d-1 വരെ കൊടുക്കുന്നത്. അപ്പോൾ d-1 എന്ന് പറഞ്ഞാൽ 6 - 1 5 വരെയുള്ള വാല്യൂ കൊടുക്കുക. അതിൽ ടി ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് x0 തന്നെ കിട്ടും. അത് ആൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ടി ഈക്വൽ ടു 1 കൊടുക്കുക. വെൻ ടി ഈക്വൽ ടു 1, അപ്പോൾ എക്സ് ഈക്വൽ ടു x0 പ്ലസ് n/d ഇൻറ്റു ടി ആണ്. സോ എക്സ് ഈക്വൽ ടു x0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് എന്നിൻ്റെ സ്ഥാനത്ത് 18 ആണ്, ഡിയുടെ സ്ഥാനത്ത് 6ഉം, ടിക്ക് നമ്മൾ 1 ആണ് കൊടുക്കുന്നത്. 1. സോ 1 പ്ലസ് 18/6 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 പ്ലസ് 18/6 3 ആണ്. 4 എന്ന് കിട്ടും ഒരു സൊല്യൂഷൻ.
ഇനി t ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 പ്ലസ് 18/6. ഇതുവരെ മാറ്റം ഉണ്ടാവില്ല. എക്സ് നോട്ട് പ്ലസ് എൻ ബൈ ഡി, ടിയുടെ വാല്യൂ മാറുന്നത് 2, ദാറ്റ് ഈസ് 1 പ്ലസ് 3 ഇൻറ്റു 2, 1 പ്ലസ് 6, 7 എന്ന് കിട്ടും. ദെൻ ടി ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 പ്ലസ് 18/6 ഇൻറ്റു 3, ദാറ്റ് ഈസ് 10 ആണ് കിട്ടുക. ടി ഈക്വൽ ടു 4 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 1 പ്ലസ് 18/6 ഇൻറ്റു 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 13. ടി ഈക്വൽ ടു 5 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 1 പ്ലസ് 18/6 ഇൻറ്റു 5, ദാറ്റ് ഈസ് 16 എന്ന് കിട്ടും. സോ ദ സൊല്യൂഷൻസ് ഓഫ് ദി ഗിവൺ ലീനിയർ കോൺഗ്രുവൻസ് ആർ ആദ്യത്തെ വാല്യൂ 1, ദെൻ 4, 7, 10, 13, 16. മോഡുലോ 18ലാണ് ഈ വാല്യൂസ്. അപ്പോൾ ഇതിൽ ഏത് വാല്യൂസ് കൊടുത്താലും അത് തന്നിട്ടുള്ള കോൺഗ്രുവൻസ് 12x ഈസ് കോൺഗ്രുവൻറ്റ് ടു 48 മോഡുലോ 18 എന്നുള്ള വാല്യൂ എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസ് ട്രൂ ആകും.